ഇസ്രയേൽ ഗാസ യുദ്ധം എങ്ങുമെത്താതെ തുടരുമ്പോൾ 7 മാസം മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേബി പറഞ്ഞ ഒരു പ്രസ്താവന പ്രാധാന്യം നേടുകയാണ്. മെയ് മാസത്തിൽ സാച്ചി ഹനേബി പറഞ്ഞത് ഡിസംബറിൽ യുദ്ധം അവസാനിക്കുമെന്നാണ്. ഇനിയും 7 മാസം കൂടി യുദ്ധം തുടരുമെന്ന് മെയ്യിൽ പറഞ്ഞ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇസ്രയേലിന് വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട്, കണക്കുകൂട്ടലുകളുമുണ്ട്. അതായത് ഇസ്രയേലിന് വിജയം ഉറപ്പിക്കാനും ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുന്നതിനും ഇനിയും 7 മാസം പോരാടേണ്ടി വന്നേക്കാമെന്ന കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് നെതന്യാഹുവും സൈന്യവും. എല്ലാം അവസാനിച്ച് സൈനിക ശേഷി പറ്റിയ ഹമാസിനെ നിഷ്ക്രിയരാക്കാൻ കണക്കുകൂട്ടി തന്നെയാണ് ഇസ്രയേൽ മുന്നേറുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ ഉറച്ചു നിൽക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലൂടെ ഇസ്രയേൽ അതിർത്തിയിൽ ഇറാന്റെ ധനസഹായത്തോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ നിൽക്കും. ഗാസ ഭരിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. ഹമാസ് ഭാരമേറ്റെടുത്തു മുതൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ ഭാഗങ്ങൾ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നതുകൊണ്ടാണ് ഇസ്രയേൽ അവിടെ അക്രമങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബന്ദിമോചനത്തിനും വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ടും പ്രക്ഷോഭം തുടരുമ്പോഴും ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു പറഞ്ഞു. അതിനിടെ 3 സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വൻ സുരക്ഷയും ഒരുക്കി. ഇസ്രയേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിച്ച നെതന്യാഹു സൈന്യത്തെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി. ഉത്തര ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും 4 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുണ്ടായ വെടിവെപ്പിൽ 3 ഇസ്രയേലികൾ ഇന്നലെ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ഞായറാഴ്ച മധ്യ സിറിയയിലെ 1-ലധികം പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണ പരമ്പരകൾ നടത്തി. കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സിറിയൻ വ്യോമ പ്രതിരോധം മധ്യമേഖലയിലെ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ അഭിമുഖീകരിച്ചു. ഹമാസ് പ്രവിശ്യയിലെ ഒരു ഹൈവേക്ക് കേടുപാടുകൾ വരുത്തി. തിങ്കളാഴ്ച പുലർച്ചെ അഗ്നിശമന സേനകൾ ആളിപ്പടർന്ന തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി സിറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സാന റിപ്പോർട്ട് ചെയ്തു. പടിഞ്ഞാറൻ ഹമാസ് പ്രവിശ്യയിലെ മസ്യാഫ് നാഷണൽ ഹോസ്പിറ്റലിൽ കുറഞ്ഞത് 4 പേർ മരിക്കുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആശുപത്രി മേധാവി ഫൈസൽ ഹെയ്ദറിനെ ഉദ്ധരിച്ച് സാന റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർ സാധാരണക്കാരാണോ തീവ്രവാദികളാണോ എന്ന് വ്യക്തമല്ല. ആക്രമണങ്ങളിലൊന്ന് മെയ്സാഫിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തെയും സിറിയയിൽ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇറാനിയൻ മിലിഷ്യകളും വിദഗ്ധരും നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റ് സൈറ്റുകളും ലക്ഷ്യമാക്കിയാണെന്ന് UK ആസ്ഥാനമായുള്ള യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക മാധ്യമങ്ങളും തീരദേശ നഗരമായ ടാർട്ടൂസിന് ചുറ്റും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമീപ വർഷങ്ങളിൽ യുദ്ധത്തിൽ തകർന്ന സിറിയയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങളിൽ ഇസ്രയേൽ 100 കണക്കിന് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് അപൂർവമായി മാത്രമേ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ. ആക്രമണങ്ങൾ പലപ്പോഴും സിറിയൻ സേനയോ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെയോ ലക്ഷ്യമാക്കിയാണ്. സിറിയയിൽ ഇറാന്റെ വേരുറപ്പിക്കുന്നത് നിർത്തുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞയും എടുത്തു. പ്രത്യേകിച്ചും ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ അയക്കാനുള്ള ഇറാന്റെ പ്രധാന മാർഗം സിറിയ ആയതിനാൽ ഗാസയിൽ ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 11 മാസമായി ഹിസ്ബുള്ള ഇസ്രയേൽ സേനയുമായി ഏറ്റുമുട്ടുകയുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.